Welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പോർക്ക് കറിയാണ്. നല്ല കുരുമുളകൊക്കെ ഇട്ട് വെച്ച നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ഭുവനേശ്വർ എൻ്റെ മോനാണ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യം വെൽക്കം ടു ഹോം മെയ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളിതാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിവിടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല കിടിലൻ പോർക്ക് കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് പോർക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ 1 കിലോ പോർക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് MBAയുടെ പോർക്കാണ് കേട്ടോ. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ മിക്കവാറും കിട്ടാറുള്ളതാണ് MBAയുടെ പോർക്ക്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് സാധനങ്ങൾ ചേർത്തിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ചിപ്പോൾ ചേർക്കാം, നമുക്ക് പോരാത്തത് പിന്നീട് ചേർക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ പിന്നീട് ചേർക്കുന്നില്ല, അപ്പോൾ ഇപ്പോൾ 1 ടീസ്പൂൺ ചേർക്കുന്നതേ ഉള്ളൂ കേട്ടോ, പിന്നെ ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ ടേസ്റ്റ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചേർക്കാനായിട്ട്. കുരുമുളക് പൊടി ഒട്ടും കുറഞ്ഞു പോകരുത്. അപ്പോൾ 2 ടീസ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നിറച്ച് ചേർക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഈ പോർക്കിന് കിട്ടില്ല. അപ്പം അതൊട്ടും കുറഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കണം. അതെല്ലാം നന്നായിട്ട് വെന്ത് ഇതിനകത്ത് പിടിച്ചു വരണം. അപ്പോൾ ഈ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് തന്നെ ഇത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിനകത്ത് അങ്ങനെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല, വെള്ളം വന്നോളും. അപ്പോൾ പോർക്കിലുള്ള നെയ്യും ഒക്കെ അങ്ങ് ഇറങ്ങി വരും. അപ്പോൾ ഇത് നമുക്കിനി അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ കേട്ട് കഴിയുമ്പോഴേക്കും മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 10-20 മിനിറ്റ് 20-25 മിനിറ്റ് എങ്കിലും പോർക്ക് നന്നായിട്ട് വേവിക്കണം. അപ്പോൾ അരമണിക്കൂർ വേവിച്ചാൽ അത്രയും നല്ലത്. അതങ്ങനെ ഇരുന്ന് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലുമായിട്ട് മാറ്റിയിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ തന്നെ ഇരുന്ന് നന്നായിട്ട് വെന്ത് വരണം. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിൻ്റെ എയറെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം തുറക്കുക. ഇപ്പോൾ ഞാനൊരു അരമണിക്കൂർ വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാനൊരു എയറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഇളക്കാനും വഴറ്റിയെടുക്കാനും ഒക്കെ സൗകര്യമാണ്. അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരല്പം പോലും എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ഇതിൻ്റെ നെയ്യ് നന്നായിട്ട് പോർക്കിലുണ്ടാവും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ എണ്ണ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. എണ്ണയും വെള്ളവും ഒന്നും വേണ്ട. ഇനി അതിനകത്തേക്ക് ഞാനൊരു 2 ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം വലിപ്പത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 സവാള, അതും ഒരു മീഡിയം സൈസിൽ മുറിച്ച് അതും ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നീളത്തിലരിഞ്ഞ സവാളയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് തീ കൂട്ടി വെച്ച് തന്നെ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആദ്യം നന്നായിട്ട് തീ കൂട്ടി വെച്ച് ഒന്ന് നന്നായിട്ട് തിളച്ചൊക്കെ ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലാക്കി മൂടി വെച്ച് ഈ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. തീ കൂട്ടിയും കുറച്ചും വെച്ച് കൊടുക്കുക. അപ്പോൾ അടി പിടിക്കാതിരിക്കാനായിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മൂടി വെക്കേണ്ട കാര്യമില്ല. ഉരുളക്കിഴങ്ങിൻ്റെ ഒരു പീസ് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നല്ല സോഫ്റ്റായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് വേകുന്ന സമയം വരെ നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പോരാത്ത പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് എന്തെങ്കിലും പോരാന്നുണ്ടെങ്കിൽ ആദ്യം അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കണം. മുളക് പൊടി ഏകദേശം ഒരു 2 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് മുളക് പൊടി 2 ടീസ്പൂൺ തന്നെ മതി. കുരുമുളക് പൊടി കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ കുരുമുളകിൻ്റെ ഫ്ലേവർ കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പം നമ്മൾ നേരത്തെ ഒരു 1.5 ടീസ്പൂണിൽ കൂടുതൽ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം ചേർക്കുമ്പോഴേക്കും കുറച്ചുകൂടെ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ തൊട്ട് 2 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം.
പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ്. അതും ഒരു 1.5 ടീസ്പൂൺ തൊട്ട് 2 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഒത്തിരി അങ്ങ് മസാലയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാനും പാടില്ല. ഇപ്പോൾ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടിയെല്ലാം നന്നായിട്ട് നമ്മുടെ പീസിലും പോർക്കിൻ്റെ പീസിലും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിലും ഒക്കെ പിടിക്കുന്ന രീതിയിൽ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തീ കൂട്ടി തന്നെ വെച്ച് വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ നന്നായിട്ട് പൊടിയെല്ലാം നമ്മുടെ പീസിലേക്കൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ട് വേണം തീ കൂട്ടി വെച്ച് വഴറ്റിയെടുക്കാൻ നന്നായിട്ട്. നമ്മൾ പോർക്ക് ഉണ്ടാക്കുമ്പോൾ ഒട്ടും എണ്ണ ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ വാങ്ങിക്കുന്ന പോർക്കിൽ മിക്കവാറും നെയ്യ് ഉണ്ടാവും. നെയ്യ് ഒട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം വേണമെങ്കിൽ അല്പം ചേർത്ത് കൊടുത്താൽ മതിയാകും എണ്ണ. അപ്പം ഞാനിവിടെ ഒട്ടും ചേർത്തിട്ടില്ല, നെയ്യുള്ള പോർക്കായിരുന്നു, അതുകൊണ്ട് ഒട്ടും എണ്ണ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ നെയ്യിൽ കിടന്ന് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതുപോലെ. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ച് ഇതുപോലെ പൊടിയെല്ലാം പിടിച്ച് വരുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റും ആ പോർക്കിലേക്കൊക്കെ ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അതുവരെ നന്നായിട്ട് ഇതുപോലെ വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോർക്ക് നന്നായിട്ട് വെന്ത ഉരുളക്കിഴങ്ങും എല്ലാം പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില, ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. പോർക്ക് എപ്പോഴും ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ചൂടാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ ദേ ഇവിടെ നല്ല അടിപൊളി പോർക്ക് കറി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരുന്നില്ലേ? അപ്പോൾ അതായത് നമുക്ക് ബ്രെഡും കൂട്ടി കഴിക്കാം. മോന് ബ്രെഡ് കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം ചോറിനേക്കാളും. അപ്പോൾ ഞാൻ ദേ പാത്രത്തിലേക്ക് എടുക്കുവാണേ. ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ട് ചവച്ച് കഴിക്കും. എങ്ങനെയുണ്ട്? കൊള്ളാമോ? അടിപൊളി, സൂപ്പർ. അടിപൊളിയാണോ? അപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.